പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. നമ്മെ നിരന്തരം സ്നേഹിക്കുന്ന, നമ്മുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന നല്ല ദൈവം. ദൈവം ലോകത്തിലേക്ക് വന്നത് നമ്മെ സ്നേഹിക്കുവാനും നമ്മോട് കരുണ കാണിക്കുവാനുമാണ്. നമുക്കറിയാം, നമുക്ക് വേണ്ടി നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട്, നമുക്ക് നിത്യജീവൻ തരുന്നതിനായിട്ട് ദൈവം തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വചനം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമുള്ള കരുണയുള്ള ദൈവത്തെ കാണുവാനും ദൈവത്തെ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണം. കരുണയുള്ള ദൈവത്തിന്റെ ഒരു ചിത്രം ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ധൂർത്തുപുത്രന്റെ ഉപമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിതാവിന്റെ 2 മക്കളിൽ ഇളയവൻ പിതാവിന് തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് മുഴുവനും വാങ്ങിയിട്ടും അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. അവിടെ അവൻ തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചു. തൻ്റെ സ്വത്ത് മുഴുവനും ദുർവ്യയം ചെയ്തു. അവസാനം അവൻ പന്നികളെ മേയ്ക്കുന്ന ജോലിയിലേക്ക്, അത് നിഷിദ്ധമായ തൊഴിലിലേക്ക് അവൻ പോയി. അവസാനം പന്നിക്ക് ലഭിക്കുന്ന ഭക്ഷണം പോലും അവന് ലഭിക്കാതെ വന്നപ്പോൾ അവൻ അവിടെ നിന്നോർത്തു, എനിക്ക് സ്നേഹമുള്ള കരുണയുള്ളൊരു പിതാവുണ്ട്. ആ പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു പോകും. അവൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭവനത്തെ സമീപിക്കാറായപ്പോൾ ദൂരെ നിന്ന് തന്റെ മകൻ വരുന്നത് കണ്ടപ്പോൾ പിതാവ് ഓടിപ്പോവുകയാണ് അവനെ സ്വീകരിക്കുവാനായിട്ട്. സന്തോഷപൂർവം കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ ഭവനത്തിലേക്ക് ആനയിക്കുകയാണ്. സ്നേഹമുള്ള ഒരു പിതാവിന്റെ ചിത്രം, സ്നേഹമുള്ള ഒരു പിതാവിന്റെ സ്നേഹം, സ്നേഹമുള്ള ഒരു പിതാവിന്റെ കരുണയുടെ മുഖം. പ്രിയപ്പെട്ടവരെ, ഈ നല്ല പിതാവ് അവന് എല്ലാം കൊടുക്കുകയാണ്. അറിയാം, പിതാവിൽ നിന്നും സർവ്വതും വാങ്ങിക്കൊണ്ടുപോയി സർവ്വതും നശിപ്പിച്ച് തിരിച്ചു വന്ന മകനെ കരുണയോടുകൂടി സ്വീകരിക്കുകയും അവന്റെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുകയും ചെയ്ത് അവനെ വീണ്ടും മകൻ എന്ന സ്ഥാനത്തേക്ക് അവൻ ഇരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം നോക്കണം, നാം എന്തു തന്നെ തിന്മ പ്രവർത്തിച്ചാലും, എന്തു തന്നെ ദ്രോഹം ദൈവത്തിനെതിരായി പ്രവർത്തിച്ചാലും നീ തിരിച്ചു വരുവാൻ നിനക്ക് സാധിക്കുകയാണെങ്കിൽ ദൈവം 2 കരങ്ങളും നീട്ടി നിന്നെ സ്വീകരിക്കും. കാരണം ദൈവം സ്നേഹമുള്ള പിതാവാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ആ സ്നേഹമുള്ള പിതാവിനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ അനുഭവിക്കുവാൻ സാധിക്കുമ്പോൾ, നീയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി. നീയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കുന്ന വ്യക്തി. കാരണം നിന്റെ കൂടെ കരുണയുള്ള ദൈവമുണ്ട്, നിന്റെ കൂടെ ദൈവത്തിന്റെ സ്നേഹമുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷമായിട്ട് രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ ബെത്സയിദ കുളക്കടവിന് മറ്റുള്ളവർ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി, ആരും അവനെ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഈശോ അവന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന്. അവൻ അവിടെ സൗഖ്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവർ, കരുണയുടെ മറ്റൊരു മുഖം. ഇനി കരുണയുടെ മുഖം കാണുക കാൽവരി മലമുകളിൽ എല്ലാവരും അവനെ ദ്രോഹിച്ചു, അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ ദേഹത്ത് ചാട്ടവാറ് കൊണ്ട് അടിച്ചു, അവന്റെ മേൽ കുരിശ് വെച്ചു, അവനെ കുരിശിൽ തറച്ചു. അവസാനം അവൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന്. തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി, തന്റെ മുഖത്ത് തുപ്പിയവർക്ക് വേണ്ടി, തന്നെ കുരിശിൽ തറച്ചവർക്ക് വേണ്ടി ദൈവം ക്ഷമിച്ചുകൊണ്ട് കരുണ കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിന്റെ പിറകെ, ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കരുണയുള്ള ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, മദർ തെരേസ കരുണയുടെ ആൾരൂപമായിരുന്നു. ക്രിസ്തുവിന്റെ മുഖം പാവപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്ത അമ്മ. ഈ അമ്മയെ പോലെ പാവപ്പെട്ടവരോടും രോഗികളോടും കാരുണ്യം കാണിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വചനം പറയുകയാണ്,
നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരുണയുള്ള വ്യക്തികളായിട്ട് മാറാം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറാം. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളോട് കരുണ കാണിക്കാം, മക്കളോട് കരുണ കാണിക്കാം, അതുപോലെ തന്നെ സഹോദരങ്ങളോട് കരുണ കാണിക്കാം, പാവപ്പെട്ടവരോട് കരുണ കാണിക്കാം. ആയതിനാൽ അങ്ങനെ കരുണ കാണിച്ച് ദൈവത്തിന്റെ മുഖം ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഉപകരിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.